വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ചായക്കോപ്പയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഓവണോ ഒന്നും വേണ്ട, അടുപ്പത്ത് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അതും ഒരു കോഴിമുട്ട ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ 2 വലിയ കപ്പ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടും ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പം 1/3 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. 1/3 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര കപ്പിനേക്കാളും കുറവാണ്, പക്ഷേങ്കിൽ 1/4 കപ്പിൻ്റെ മേലെ ഇരിക്കും. നിങ്ങളിപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1/3 ഭാഗമാണ്. മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡായിട്ട്, അതായത് ലൂസായിട്ട് വരും. ഇങ്ങനെ കുറച്ചായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചായിട്ട് ഷുഗർ ഇട്ടിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് എടുക്കുക. ഈ ഒരു അളവിൽ നമ്മൾ ചെറിയ 7 കപ്പ് കേക്കാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടറും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു സ്പാച്ചുല ആണ് ഏറ്റവും ബെസ്റ്റ്. സ്പാച്ചുല പോലുള്ളൊരു തവി കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് മൈദ എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. 2 നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അരിപ്പയിലൂടെ നന്നായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചി ആയിരിക്കും. ഇങ്ങനെ ഫ്ലോറൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ആൻഡ് ഫോൾഡിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പതുക്കെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പാല് കുറച്ചായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാല് കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് ബാറ്റർ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതൊരു നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പ് കേക്കിലുണ്ടാവുമല്ലോ, ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് വേറെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വനില എസൻസിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് എസൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിതാ ചായ ഒക്കെ കുടിക്കുന്ന നല്ല തിക്കായിട്ടുള്ള സെറാമിക്കിൻ്റെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 3/4 ഭാഗമായിട്ട് 2 കപ്പിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനിതാ ഒരു ചായച്ചെമ്പിലേക്ക് നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ബാറ്റർ വെക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആദ്യത്തെ 2 മിനിറ്റും അതിനുശേഷം വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ പൊന്തി വരുന്ന ആ ഒരു പാകം വരെ ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം. ആ ഒരു സമയം വരെ നിങ്ങൾ വേവിച്ചിട്ടെടുക്കുക. ഇപ്പോൾ എനിക്ക് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 22 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുറത്തേക്ക് വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല നീറ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊട്ട കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.